ഹൃദയവായ്പുകൾ, സ്നേഹവായ്പുകൾ, കണ്ണീർ വായ്പുകൾ, കണ്ണീർപ്പൂക്കൾ ഏറ്റുവാങ്ങിക്കൊണ്ട് VS അച്യുതാനന്ദൻ ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണ്. അനന്തപുരിയോടുള്ള യാത്ര പറച്ചിലാണ്. ഒരു പക്ഷേ അതിവൈകാരികമായ ഒരു സന്ദർഭം കൂടിയാണ് അനന്തപുരിക്ക്, തിരുവനന്തപുരത്തിന് ഈ സമയം. കാരണം അത്രമേൽ VSൻ്റെ ജീവിതത്തിൽ തിരുവനന്തപുരത്തെ ഭരണസ്ഥിരാ കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലൊക്കെ വലിയ തോതിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു രാഷ്ട്രീയ ജീവിതം അതിൻ്റെ അന്ത്യയാത്ര നടത്തുമ്പോൾ സ്വാഭാവികമായും അനന്തപുരിക്കത് വേറിട്ട ഒരു സമയം തന്നെയാണെന്നൊരു കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ കേശവദാസപുരത്തേക്ക് എത്തുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. വിലാപയാത്ര കേശവദാസപുരത്തേക്ക് എത്തുന്നു എന്നാണിപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ പ്ലാമൂട് ജംഗ്ഷനും പട്ടവും പിന്നിട്ടിരുന്നു. ഇപ്പോൾ കേശവദാസപുരത്തേക്ക് എത്തുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ മനുഷ്യരിങ്ങനെ രണ്ട് ഭാഗങ്ങളിലും തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. വേഗത്തിൽ ആ വാഹനത്തിന് മുന്നോട്ട് ഗമിക്കാൻ കഴിയുന്നില്ല. അത് സ്വാഭാവികമാണ് താനും. അത്രമേൽ ആളുകൾ ഒരു നോട്ടം എങ്കിലും ആ ബസ്സിനുള്ളിലേക്കൊന്ന് നോക്കി അങ്ങനെ ഒരു കണ്ണീർ പൂക്കൾ, അങ്ങനെ ഒരു അന്തിമോപചാരം അർപ്പിക്കാൻ കഴിയുമോ എന്ന് കാത്തിരിക്കുന്ന മനുഷ്യരാണ്. പലതരത്തിലുള്ള മനുഷ്യർ, പല രാഷ്ട്രീയ പാർട്ടികളിലുള്ളവർ, ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ VSന് ഹൃദയത്തോട് ചേർത്ത മനുഷ്യർ, അസംഖ്യം മനുഷ്യർ അങ്ങനെ കാത്തുനിൽപ്പാണ്. ഓരോ വഴിയോരങ്ങളിലും ആ ആളുകളെ ഒരു തവണയെങ്കിലും അവർക്കൊന്ന് കണ്ണയക്കാൻ കഴിയാതെ ആ വാഹനം മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല എന്ന് ഒരു പക്ഷേ ആ വാഹനത്തിന് അകത്തുള്ള CPMൻ്റെ നേതാക്കൾക്കും മന്ത്രിമാർക്കും ഒക്കെ അറിയാം. അതുകൊണ്ട് എല്ലാവർക്കും ഒരു നിമിഷമെങ്കിലും ഒന്ന് കണ്ണയച്ച് ഒന്ന് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ആ വാഹനത്തിൻ്റെ യാത്ര. അതുകൊണ്ട് മുൻനിശ്ചയിച്ച പ്രകാരം ഈ യാത്ര ആലപ്പുഴയിലെത്തും എന്ന് നമുക്കിപ്പോഴും കണക്ക് കൂട്ടാൻ കഴിയില്ല. കേശവദാസപുരത്ത് ലിജോ റോളൻസ് ഉണ്ട്. ലിജോ, ഇപ്പോൾ പട്ടത്താണെന്നാണ് നമ്മൾ കരുതുന്നത്. എത്ര സമയം കൊണ്ട് കേശവദാസപുരത്തെത്തും? അവിടെയും മനുഷ്യരിങ്ങനെ തിങ്ങിക്കൂടി നിൽപ്പാണോ ലിജോ? സൈഫുദ്ദീനെ VSനെയും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇപ്പോൾ പട്ടം എത്തിയിരിക്കുന്നു. പട്ടത്ത് നിന്നും വളരെ അടുത്ത പ്രധാന സ്ഥലമെന്ന് പറയുന്നതാണ് കേശവദാസപുരം. നിങ്ങൾക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം എത്രത്തോളം ആളുകളാണ് VSനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി കേശവദാസപുരം ജംഗ്ഷനിൽ തടിച്ചുകൂടിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ജന്മം കൊണ്ട് ആലപ്പുഴക്കാരനാണെങ്കിലും കർമ്മം കൊണ്ട് തിരുവനന്തപുരത്തുകാരനായി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു VS അച്യുതാനന്ദൻ. VSനെ സംബന്ധിച്ചിടത്തോളം തലസ്ഥാനത്തെ ഓരോ ഇടമെന്ന് പറയുന്നതും എല്ലാം കാണാപ്പാടമായിരുന്നു. അതുകൊണ്ട് തന്നെ തലസ്ഥാനത്തെ ജനങ്ങളുമായിട്ടൊക്കെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു നേതാവായിരുന്നു. അപ്പോൾ ആ നേതാവിനെ അവസാനം ഒരു നോക്ക് കാണാനാണ്. നേരത്തെ സൈഫുദ്ദീൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടേക്ക് വരുന്ന എല്ലാ ആളുകൾക്കും VSനെ കണ്ടതിന് ശേഷം മാത്രം, കാര്യം ഈ ഒരു മടങ്ങി വരവില്ലാത്തൊരു യാത്രയിലാണ്. അതുകൊണ്ട് തന്നെ വരുന്ന എല്ലാ ആളുകൾക്കും VSനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം ഒരുക്കിക്കൊടുത്ത് കണ്ണേക്കറിലെ VSA എന്നുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് പ്രവർത്തകരെല്ലാം നിൽക്കുന്നത്. VS അങ്ങനെ അവസാനമായിട്ട് തലസ്ഥാനത്തോട് വിട പറയുകയാണ്. പാവങ്ങളുടെയും കർഷക പണിയെടുക്കുന്നവരുടെയും രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു പ്രസ്ഥാനമാണ് VSന്റെ പ്രസ്ഥാനം. അദ്ദേഹത്തെ ലോകം ഉള്ളിടത്തോളം കാലം ഓർക്കും. അതെ, കാലഘട്ടത്തിന്റെ വികാരമല്ല, ഒരു കാലഘട്ടത്തിന്റെ വികാരമായിരുന്നു. ആദർശത്തിലും ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ആദർശം കൈവിട്ട് യാതൊരു വിധമായ പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തിയിട്ടില്ല. വളരെ ജനങ്ങൾ, അടിത്തട്ടിലുള്ള ജനങ്ങൾ അദ്ദേഹത്തെ മനസ്സുകൊണ്ട് വരിച്ചിരിക്കുകയാണ്. ഇതുവരെ ഉള്ള സ്ഥലങ്ങളിൽ, അതായത് ഞാൻ ഈ ഓരോ പോയിന്റും കടന്നു വരികയാണ്, ഇതുവരെയുള്ളതിൽ ഏറ്റവും അധികം ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് കേശവദാസപുരം തന്നെയാണ്. ഇവിടെ ചെറിയ രീതിയിൽ മാത്രം വാഹനങ്ങൾക്ക് കടന്നു പോകാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ. റോഡിന്റെ ഇരുവശങ്ങളിലും പ്രായമായവർ ഉൾപ്പെടെയുള്ളവർ നിറഞ്ഞിങ്ങനെ നിൽക്കണം. VSനെ കാണാനാണോ നിൽക്കുന്നത്? അവസാനമായിട്ടൊരു കാണണം. എന്താ ഒരു ഓർമ്മ VSനെ കുറിച്ച് പറയുമ്പോൾ? ആളുകൾക്കെല്ലാം VSനെ, അതായത് തലസ്ഥാനത്ത് നിന്ന് VS യാത്രയാകുമ്പോൾ ഒന്ന് കാണുക എന്നുള്ളത്, അതിൽ യുവാക്കൾ ഉൾപ്പെടെയുള്ളവരുണ്ട്.